ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. കേന്ദ്ര സർക്കാർ നടപടികളെ ചോദ്യം ചെയ്തതിന് പ്രതിപക്ഷത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷമായി വിമർശിച്ചു. വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രധാനമന്ത്രിയും അമിത്ഷായും തയ്യാറാകണമെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു. ഇന്നലെ കശ്മീരിൽ സേന വധിച്ച 3 ഭീകരരും പെഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്തവരെന്ന് അമിത്ഷാ ലോക്സഭയിൽ സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ 3 ഭീകരർ തന്നെ എന്നതിന് വ്യക്തമായ തെളിവുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അറിയിച്ചു. ഭീകരരിൽ നിന്ന് തിരിച്ചറിയൽ രേഖകളും കണ്ടെടുത്തു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങൾ തന്നെയാണ് കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്നും കണ്ടെടുത്തത് എന്ന ബാലിസ്റ്റിക് റിപ്പോർട്ടും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ऑपरेशन महादेव में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. जिन्होंने बेसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए. ഭീകരതയ്ക്കെതിരായ നടപടികളിൽ ചോദ്യങ്ങൾ ഉയർത്തിയ പ്രതിപക്ഷത്തെ അമിത്ഷാ രൂക്ഷമായി വിമർശിച്ചു. മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തെയും അഖിലേഷ് യാദവിനെയും പേരെടുത്തായിരുന്നു വിമർശനം. മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ വീഴ്ചകളും അമിത്ഷാ എണ്ണിപ്പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരെ കടന്നാക്രമിച്ച് പ്രിയങ്ക ഗാന്ധി. इस देश के नागरिकों की सुरक्षा की जिम्मेदारी किसकी है? क्या इस देश के प्रधानमंत्री की नहीं है? क्या इस देश के गृह मंत्री की नहीं है? क्या इस देश के रक्षा मंत्री की नहीं है? क्या एनएसए की नहीं है? आप मुझे बताना चाहते हैं, सत्ता पक्ष के नेता बताना चाहते हैं कि ये सब आपके संज्ञान में था, लेकिन कोई भी एक ऐसी एजेंसी नहीं है हमारी सरकार की जिसको पता चला कि ऐसा हमला, ऐसा भयानक हमला. മുംബൈ ഭീകരാക്രമണ സമയത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജിവെച്ചെന്നും പ്രിയങ്ക. പഹൽഗാമിൽ കൊല്ലപ്പെട്ട 25 ഇന്ത്യക്കാരുടെയും പേരുകൾ വായിച്ചാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. 24 ഡൽഹി.